ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. അതിൻ്റെ ഇൻട്രഡക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കി, 2013 ആക്ടിൻ്റെ ഒബ്ജക്ട്സ് എന്താണെന്ന് മനസ്സിലാക്കി, സാലിയൻ്റ് ഫീച്ചേഴ്സ് മനസ്സിലാക്കി. ഇനി അടുത്തതാണ് കമ്പനി ആൻഡ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ. എന്താണ് കമ്പനി, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ട്രേഡ് വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നു, കൊമേഴ്സ് ഇൻഡസ്ട്രി എങ്ങനെയൊക്കെ ഉള്ളത് വളരെയധികം ചേഞ്ച് ചെയ്യുന്നു. നമ്പർ ഓഫ് ഇൻഡസ്ട്രീസിന്റെ സൈസ് ഒക്കെ വളരെയധികം മാറുന്നു. എക്സ്പാൻഷൻ ഓഫ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. എക്സ്പാൻഷൻ ഓഫ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ സ്കെയിലിൽ നിന്ന് മീഡിയം സ്കെയിലിലേക്ക്, മീഡിയം സ്കെയിലിൽ നിന്ന് ലാർജ് സ്കെയിലിലേക്ക്, ദാറ്റ് ഈസ് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ കേട്ടോ. അതുപോലെ തന്നെ എന്റർപ്രൈസസ് ഓർഗനൈസ്ഡ്, പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഫൗണ്ട് ദംസെൽസ് അൺഈക്വൽ ടു ദ ടാസ്ക് ഓഫ് മീറ്റിംഗ് ഓൾ ദ ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്. അങ്ങനെ നമ്പർ ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, നമ്പർ ഓഫ് സൈസ് ഓഫ് കമ്പനീസ് ഒക്കെ മെർജ് ചെയ്യുമ്പോൾ എന്തിന് ഷോർട്ടേജ് വരുന്നതായിരിക്കും? ക്യാപിറ്റലിന് വളരെയധികം ബുദ്ധിമുട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ന്യൂ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. പുതിയ തരത്തിലുള്ള ഒരു ബിസിനസ് ഓർഗനൈസേഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഓർ സിംപിളി എ കമ്പനി ഓർ കോർപ്പറേഷൻ. അങ്ങനെയുള്ള ലാർജ് സ്കെയിലിൽ പുതിയ തരത്തിലുള്ള കോർപ്പറേഷൻസ് എമർജ് ചെയ്യുന്നതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ക്യാപിറ്റലൊക്കെ റേസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ കമ്പനി എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നുണ്ടായതാണ്. കോം വിത്ത് മീൻസ് ടുഗദർ ആൻഡ് വേർഡ് വിത്ത് കമ്പനീസ് മീൻസ് ബ്രെഡ്. കുറെ പേർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ ലൈവ്ലിഹുഡ് അച്ചീവ് ചെയ്യുന്ന മീനിങ് ആണ് ഇതിനുള്ളത്, കമ്പനി എന്നുള്ളത്. കമ്പനി അങ്ങനെ നോക്കുമ്പോൾ എന്താണ് കമ്പനി എന്ന് പറയുന്നത്? അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹൂ ടുക്ക് ദയർ മീൽസ് ടുഗദർ. എല്ലാവരും അവരുടെ മീൽസ് ഒക്കെ ഒരുമിച്ച് എടുക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്, ഫോംഡ് ഫോർ സം കോമൺ പർപ്പസ്. കോമൺ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് അത് ഫോം ചെയ്തിട്ടുള്ളത്. വെൻ എ ഫ്യൂ പേഴ്സൺ ഫോം എ കമ്പനി ഫോർ ദി പർപ്പസ് ഓഫ് സം ബിസിനസ് ഓഫ് പ്രോഫിറ്റ് വിത്ത് ക്യാപിറ്റൽ ഡിവിസിബിൾ ഇൻ ടു ട്രാൻസ്ഫറബിൾ ഷെയർസ്, ഇറ്റ് ഈസ് കോൾഡ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കേട്ടോ. കുറച്ച് പേര് വ്യക്തികൾ കൂടിയിട്ട് ഒരു കമ്പനി ഫോം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ആ കമ്പനി ഫോം ചെയ്യുന്നത്? ഫോർ ദി പർപ്പസ് ഓഫ് സം ബിസിനസ് ഓഫ് പ്രോഫിറ്റ്. എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ബിസിനസ് പെർഫോം ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ബിസിനസ് പെർഫോം ചെയ്യാനായിട്ടുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യുന്നു. ടോട്ടൽ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്യുന്നു നമ്പർ ഓഫ് മെമ്പേഴ്സിലായിട്ട്, ട്രാൻസ്ഫറബിൾ ഇൻ ടു ഷെയർസ്. അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഇത്ര ഷെയർസ് ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫോം ചെയ്യുന്ന കമ്പനിയെയാണ് പറയുന്നത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. അങ്ങനെ ഇതിൽ ആരൊക്കെയാണോ ഇതിൽ വന്നിട്ടുള്ള പേഴ്സൺസ് അവരെ പറയുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ്. മെമ്പേഴ്സിന്റെ ലൈബിലിറ്റി എപ്പോഴും ലിമിറ്റഡ് ലൈബിലിറ്റി ആയിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. അവര് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഒന്നും അവിടെ വരുന്നില്ല. കമ്പനി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ബോഡി ആണ്, കംപ്രൈസിങ് എ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടായിരിക്കും, അവർക്ക് കുറെ ക്യാപിറ്റൽ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എന്റർപ്രൈസ് ഉണ്ടായിരിക്കും, ട്രേഡിംഗ് അണ്ടർ എ ടൈറ്റിൽ നോട്ട് ഡിസ്ക്ലോസിംഗ് ദ നെയിംസ് ഓഫ് എ ഇൻഡിവിജ്വൽസ്. കമ്പനി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്, നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടായിരിക്കും, അതിൽ ക്യാപിറ്റൽ വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ളതാണ് കമ്പനി എന്ന് പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 20 കമ്പനീസ് ആക്ട് അനുസരിച്ച് പറയുന്നു, കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട്. 2013 അനുസരിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതാണ് കമ്പനി എന്ന് പറയുന്നത്. അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ, അതിനേക്കാൾ മുൻപ് ജോയിൻ ചെയ്തിട്ടുള്ളവരൊക്കെ കമ്പനിയിൽ പെടുന്നതായിരിക്കും. ദിസ് ഈസ് നോട്ട് എ കോംപ്രിഹെൻസീവ് ഡെഫിനേഷൻ. വളരെ ചെറിയ ഒരു ഡെഫിനേഷനാണ്, ഒട്ടും ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനേ അല്ല. മോർ പോപ്പുലർ ആയിട്ടുള്ള ഡെഫിനേഷൻസ് ആണ് an association of many persons who contribute money or money's worth to a common stock. കുറേ പേരുടെ ഒരു അസോസിയേഷൻ, അവരെല്ലാവരും മണി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ട്രേഡ് നടത്താനായിരിക്കും, ഏതെങ്കിലും ഒരു ബിസിനസ് നടത്താനായിരിക്കും. അങ്ങനെ ബിസിനസ് നടത്തിയിട്ട് പ്രോഫിറ്റ് ഉണ്ടാകാം, ലോസ് ഉണ്ടാകാം, അതെല്ലാവരും കൂടി ഷെയർ ചെയ്തെടുക്കുന്നതായിരിക്കും.
കോമൺ സ്റ്റോക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എല്ലാവരും കൂടി മണി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അങ്ങനെ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നു. പേഴ്സൺസ് ഹൂ കോൺട്രിബ്യൂട്ടഡ് ഇറ്റ് ഓർ ടു ഹൂം ഇറ്റ് ബിലോങ്സ് ആർ മെമ്പേഴ്സ്. ആരൊക്കെയാണോ ഇങ്ങനെ മണി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരൊക്കെ മെമ്പേഴ്സ് ആയിട്ട് മാറുന്നു. പോർഷൻ ഓഫ് ക്യാപിറ്റൽ ടു വിച്ച് ഈച്ച് മെമ്പർ ഈസ് എൻടൈറ്റിൽഡ് ഈസ് എ ഷെയർ. ഓരോരുത്തരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അവരുടെ ഷെയർ ആയിട്ട് മാറുന്നു. ദി ഷെയർസ് ആർ ഓൾവേസ് ട്രാൻസ്ഫറബിൾ ഓൾദോ ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ദം മേ ബി റെസ്ട്രിക്റ്റഡ്. നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, പക്ഷെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ കുറെ ഡെഫിനിഷൻസ് ഇതിൽ വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇനി അടുത്തതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. എന്താണ് കമ്പനി? കമ്പനിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ മെമ്പേഴ്സ് വേണമെന്ന് അവരവർക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോൾ വളണ്ടറി അസോസിയേഷൻ ആണ്. ആർക്ക് വേണമെങ്കിലും അതിൽ ഷെയർ എടുത്ത് ഷെയർ ഹോൾഡർ ആയിട്ട് മാറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി പിന്നെ ആരായിട്ട് മാറുന്നു? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് മാറുന്നു. സെപ്പറേറ്റ് ആയിട്ട് ആ കമ്പനി ഫോം ചെയ്തിട്ടുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ലീഗൽ എൻറ്റിറ്റി അവിടെ വരുന്നുണ്ട്. പെർപെച്വൽ സക്സഷൻ. ഒരു കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിലനിന്നാലും എന്ത് വരുന്നതായിരിക്കും? നിലനിന്നുകൊണ്ടേയിരിക്കും. ആർക്കും അത് ഫോം ചെയ്തവരൊക്കെ മരിച്ചു പോയാലും പറയാം കേട്ടോ കുട്ടികളെ. പെർപെക്ച്വൽ സക്സഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കമ്പനി ഫോം ചെയ്യുന്നവരൊക്കെ മരിച്ചു പോയാൽ ഒരു കുഴപ്പമില്ല, കമ്പനി അവിടെ നിലനിന്നുകൊണ്ടേയിരിക്കും. കമ്പനി അവിടെ നിലനിന്നുകൊണ്ടേയിരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ളതിനെയാണ് എന്ത് പറയുന്നത്? പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറയുന്നത്. ആർക്കൊക്കെ ഡെത്ത് സംഭവിച്ചാലും ഇൻസോൾവൻസി സംഭവിച്ചാലും എല്ലാതായാലും അവിടെ പെർപെക്ച്വൽ സക്സഷൻ സംഭവിക്കുന്നതാണ്. ഓഫ് ചെയ്ത്. ശരി മക്കളെ, പിന്നെ പറയാം കേട്ടോ, നാളെ ക്ലാസ് എടുക്കാം.